75 കാലഘട്ടത്തിൽ പാട്ടുകൾ ഭയങ്കര താല്പര്യമാണെങ്കിലും ഈ സലീച്ചവര പാട്ടുകൾ അന്ന് സംഗീത സംവിധാനം സലീച്ചവരെന്ന് അറിയാൻ പാടില്ലെങ്കിലും പാട്ടുകളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നെല്ലി, അതുപോലെ തന്നെ രാഗം, ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ കാലഘട്ടത്തിൽ. പിന്നീടാണ് അറിഞ്ഞത് സലീച്ചൊരു സംവിധായകനാണ്. ഇഷ്ടംപോലെ ഭാഷകൾ അദ്ദേഹം സംഗീതമുണ്ട്. പിന്നീട് അപ്പോൾ അന്ന് ഞാൻ സ്കൂൾ ഡേയ്സിലായിരുന്നു, 10th പഠിക്കുന്ന കാലമാണ്. 75, 80, 81 ആ കാലഘട്ടം വരെ എനിക്ക് മലയാളം മാത്രമല്ല, മലയാളവും ഒരു തമിഴുണ്ടായിരുന്നു, അഴിയാത്ത കോലങ്ങളെന്നും പറഞ്ഞ്. അതിനുശേഷമാണ് 2000 അടുത്തായപ്പോഴാണ് ഞാൻ വീണ്ടും കളക്ഷൻ ഒന്നും എല്ലാ ഭാഷയിലും വേണം, ഇവർ വന്ന് കൂട്ടുകാർ ഫ്രണ്ട്സൊക്കെ കിട്ടി കഴിഞ്ഞപ്പോൾ എല്ലാം വേണമെന്ന് ആഗ്രഹിച്ചത്. പിന്നെ യാത്രകൾ ഇഷ്ടംപോലെ ചെയ്ത് ബോംബെ ഞാൻ ഒരു 12 പ്രാവശ്യം പോയി, ഡൽഹിയിൽ 3 പ്രാവശ്യം പോയി, കൽക്കട്ടയിൽ ഒരു 5-8 പ്രാവശ്യം പോയിട്ടുണ്ടാകും. ഞാൻ സലീച്ചവർ ഇന്ന് കാണണമെന്ന് മനസ്സിൽ മോഹം ഉണ്ടായിരുന്നു, പക്ഷേ ഒരു കവറിൽ വന്നിരുന്നില്ല. പക്ഷേ സെൻറ്റ് തോമസിൻ്റെ ആ കവറിൻ്റെ ബോക്കിലാണ് ആദ്യമായിട്ട് സലീച്ചവറിനെയും സബിത ചൗധരിയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ദീദിയും കൂടി ഫോട്ടോ വെച്ചു, യശസ്വിൻ്റെ ഫുൾ അങ്ങനെ ആദ്യമായിട്ട് കണ്ടത്. ആ കൊല്ലന്നിറങ്ങിയ രാസലീലയിൽ ദാദ ഫുള്ളായിട്ട് വയലാറും ദാദയും നിൽക്കുന്ന വലിയ ഫോട്ടോ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഒരു ഇത് വെച്ചിട്ട് മേശപ്പുറത്ത് ഒട്ടിച്ചൊക്കെ വെച്ചിരുന്നത് അതിലൊരു ഫോട്ടോയ്ക്ക് വേണ്ടി. 86 സലിത ഗാന്ധിജി സർവകലാശാല യൂണിയൻ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കോട്ടയത്ത് വരുന്നത് പേപ്പറിലുണ്ടായിരുന്നു. IT പഠിക്കുന്ന സമയമായിരുന്നു. അന്ന് ഞാൻ ലീവ് എടുത്ത് ഞാൻ ഇവിടെ നിന്ന് രാവിലെ എറണാകുളത്ത് പോയി. എറണാകുളത്ത് നിന്ന് കോട്ടയത്തേക്കുള്ള പ്രൈവറ്റ് ബസ്സുണ്ട്, അവിടെ കയറി കോട്ടയം സ്റ്റാൻഡിൽ ചെന്നിട്ട് ഹോട്ടലിൽ ഏതാണെന്ന് ചോദിച്ചു. ഞാൻ ചെന്ന് റിസപ്ഷനിൽ പറഞ്ഞു, കാരണം എനിക്ക് 2nd ഫ്ലോറിൽ 11 നമ്പർ മുറിയായിരുന്നു, ഞാനിപ്പോൾ ഓർക്കുന്നു. ആ മുറിയിൽ ചെന്ന് വാതിക്കാൻ മുട്ടി, കുർത്തയും പൈജയും കൊടുത്താണ് ഇങ്ങനെ ഇറങ്ങി വന്നത്. അപ്പോൾ കൈ കൂപ്പി കാലോട്ട് നമസ്കരിച്ച് കാര്യങ്ങൾ സംസാരിച്ച് കുറേ അധികം സമയം ഇരുന്ന്. പിന്നീട് ദാദയെ കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞ ശേഷം ദാദറ ഫാമിലിയുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. പ്രിയപ്പെട്ട പാട്ടുകൾ കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള കാലത്താണ് ബാബു പ്രസാദ് സലീൽ ചൗധരി ഗാനങ്ങളുടെ ആരാധകനാകുന്നത്. അങ്ങനെ റെക്കോർഡ് പ്ലെയർ എന്ന ആവശ്യം വീട്ടിൽ പറഞ്ഞു. അന്ന് ഞങ്ങൾ ഇവിടെ ഇരുന്നില്ല, കണ്ടക്കട് ഒരു വില്ലേജാണ്. അവിടെ 1 സെൻറ്റ് സ്ഥലം വാങ്ങിക്കണമെങ്കിൽ റോഡ് സൈഡ് 100 രൂപയും പുറകുവശത്ത് 150 രൂപ 80 രൂപ ആ റേഞ്ചേ ഉള്ളൂ. അത്രയും 100 വെച്ചാൽ വിലയുള്ള വസ്തുവാണ്. അന്നൊരു റെക്കോർഡ് പ്ലെയർ വേണമെന്ന് പറഞ്ഞപ്പോൾ 287 രൂപ 65 പൈസ എന്തോ കൊടുത്തിട്ടാണ് ഒരു റെക്കോർഡ് പ്ലെയർ. ആ റെക്കോർഡ് പ്ലെയറിൻ്റെ മൂടി തന്നെ അതിൻ്റെ അതിൽ ആമ്പും ഉണ്ട്, മൂടിയാണ് അതിൻ്റെ സ്പീക്കറായിട്ട് വന്നത്. വെച്ചാൽ ഒരു 3 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാനുള്ള കാശിനാണ് അന്ന് വീട്ടിൽ അത്രയും ബലം പിടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു റെക്കോർഡ് പ്ലെയർ വാങ്ങിച്ചു വന്നത്. മലയാള ഇന്ത്യയിൽ ഇറങ്ങിയ എല്ലാ പാട്ടുകളും ഉണ്ട്, കൂടാത്തതിന് ഔട്ട്സൈഡ് ഇന്ത്യ ഇറങ്ങിയ 100 കാസറ്റ് റെക്കോർഡുകൾ വേറെയുമുണ്ട്. സലീൽ ചൗധരിയോടുള്ള ആരാധന സംഗീത മേഖലയിൽ ഒരുപാട് സൗഹൃദങ്ങളും ബാബു പ്രസാദിന് നേടിക്കൊടുത്തു. മലയാളികളുടെ പ്രിയ കവി ONV കുറുപ്പുമായും അടുത്ത ബന്ധമായിരുന്നു ബാബു പ്രസാദിന്. മഴവിൽ കൊടി കാവടി ആ പാട്ട് ONV സാർ എന്നോട് പറഞ്ഞാണ്. ONV സാർ ഒരു ദിവസം വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോൾ സലിതായും സന്തോഷ് ശിവൻ്റെ ഫാറ് സ്വപ്നത്തിൻ്റെ പ്രൊഡ്യൂസറിന് കാത്തിരിക്കണമായിരുന്നു. അപ്പോൾ സാറ് അവസാനം പഠിപ്പിച്ച ആ പാട്ടിലെ പദ്യം അറിയാതെ ചൊല്ലിപ്പോയി. വിഷ്ണു രമിക്കുന്നു ശക്കു ശകാംഗക നളനോർക്കന്നിൻ, ഇതായിരുന്നു സാറ് പാടിയത്. അപ്പോൾ ദാദാ പറഞ്ഞ് ഇറ്റ്സ് എ ഫൈൻ ട്യൂൺ, ഒന്ന് പാടാൻ പറഞ്ഞ് അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്തപ്പോൾ സലിത പറഞ്ഞ് നമുക്ക് ഈ ട്യൂണിലൊരു പാട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ആ ട്യൂണിൽ സലിത ലയിച്ചിരുന്ന് പാടിക്കൊടുത്ത ട്യൂണിലാണ് അതേ ട്യൂൺ. ആ ട്യൂൺ എടുക്കൂല. അങ്ങനെ മഴവിൽ കൊടി കാവടി അഴകു വിടർത്തിയ മാനത്തെ പൂങ്കാവിൽ ആ പാട്ട് ചെയ്തത്. സലീൽ ധായുടെ ഓർമ്മകളോ ഗാനങ്ങളോ ഇല്ലാത്ത ഒരു ദിവസം പോലും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. ഇതിലും വലിയ ഒരു ആരാധകൻ സലീൽ ചൗധരിക്ക് വേറെയുണ്ടോ എന്നതും സംശയമാണ്. ബിനു പാവുമ്പയ്ക്കൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.